ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കുറച്ച് ദിവസമായി കുറച്ച് വീഡിയോസിലൂടെയൊക്കെ നമ്മൾ നീറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെയാണ് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്നും ഈ ഒരു വീഡിയോയിൽ നമ്മൾ MBBS കുട്ടികൾക്ക്, എനിക്ക് തോന്നുന്നു PDS കുട്ടികൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം, മാത്രമല്ല ഒരു മിഡിൽ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്കിപ്പോ ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ നമ്മൾ എത്ര ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ നമ്മളുടെ എവിടെയൊക്കെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട്, അതായത് ഇത്ര പൈസ നമ്മൾ കയ്യിൽ നിന്ന് പോകും എന്ന് ഉള്ള ഒരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത്. അതായത് ഇത്ര പൈസ നമ്മൾ എന്തായാലും കോളേജിന് അടയ്ക്കണം, അത് ആര് അഡ്മിഷൻ എടുത്താലും എവിടെ അഡ്മിഷൻ എടുത്താലും നമ്മൾ അത് കൊടുക്കേണ്ടി വരും. പക്ഷെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് ഉണ്ടാവാവുന്ന അധിക ചെലവുകളെ കുറിച്ചാണ്. അതായത് MBBS എന്ന് പറഞ്ഞാല് എന്താ പറയാ, നമ്മളിപ്പം വൺസ് അതിൽ കയറി കഴിഞ്ഞാല് നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകും. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറിൽ പോലും ഇത്ര പൈസ നമ്മുടെ അടുത്ത് പോവില്ല. പക്ഷെ ഫസ്റ്റ് ഇയറിൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകും. നമ്മൾ ഈ ചില ട്രിപ്പൊക്കെ പോകുന്ന പോലെയാ, നമ്മൾ വിചാരിക്കാത്ത ചെലവുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരിക. അപ്പം അത് നമുക്ക് ഏതൊക്കെയാണ് വരിക, അതിൽ ഏതൊക്കെ ആവശ്യമുണ്ട്, ഏതൊക്കെ ആവശ്യമില്ലാത്തത് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇന്ന് ഈ വീഡിയോ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത് നിങ്ങൾക്കുള്ള കുറച്ച് സാധനങ്ങൾ. അതായത് ഇതൊന്നും ഒരു അത്യാവശ്യ സാധനങ്ങളല്ല, പക്ഷെ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇത് ഇല്ലാത്തതിനാൽ നിങ്ങൾ MBBS പാസ്സാവാതിരിക്കോ, അല്ലെങ്കിൽ MBBS മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റാതാവോ, ഇങ്ങനത്തെ ഒരു കാര്യവും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് ചില കാര്യങ്ങൾ ആവശ്യമാണ്, എന്നാൽ അത്യാവശ്യമല്ല, എന്നാൽ ഇതിനൊക്കെ ഭയങ്കര ചെലവുകളായിരിക്കും. ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതുപോലത്തെ നീറ്റ് കണ്ടന്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ ഞാൻ വീണ്ടും ഒരു ഡിസ്ക്ലൈമർ പോലെ പറഞ്ഞോട്ടെ, ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ സാധനങ്ങളും ആവശ്യമല്ല എന്നല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യമല്ല എന്നാണ്. അതായത് ഇതൊന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ അമിത ചെലവായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അതെന്റെ പേഴ്സണൽ ഇതാണ്, തോന്നിയിട്ടുമുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഇതിനൊക്കെയുള്ള ഓൾട്ടർനേറ്റീവ്സ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിച്ചതും അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ള ഇതിനൊക്കെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം ഇത് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കുട്ടികളുണ്ട്. എനിക്ക് ഈ ലാസ്റ്റ് 1 മന്ത് മെസ്സേജ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് ലോൺ എടുത്ത് പഠിക്കുന്നവരാണ്, സ്പോൺസർഷിപ്പിൽ പഠിക്കുന്നവരാണ്, വീട്ടിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ എന്താ പറയാ, അച്ഛനൊക്കെ മര്യാദയ്ക്ക് ജോലി പോലും, അല്ലെ വീട് പോലും മര്യാദയ്ക്കില്ലാത്ത ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരുപാട് കുട്ടികൾക്ക് എന്നെപ്പോലെ തന്നെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അവർക്ക് ഇതൊന്നും പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ ഇല്ലാത്ത കുട്ടികൾ എന്താ പറയുക, വെപ്രാളപ്പെടണ്ട. കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളോടത്തോടെ ഇത് വേണം, അങ്ങനെ പറയാം, വേണം എന്ന് പറയുന്ന സമയത്ത് നമ്മളെല്ലാം ചെറുതായിരിക്കില്ല. അപ്പൊ നമ്മളെ മനസ്സിലായോ, ഇതില്ലെങ്കിൽ പാസ്സാവൂലേ, അയ്യോ എനിക്ക് മാത്രം ഇല്ലേ, അങ്ങനത്തെ കുറെ തോട്ട് വരും. അയ്യോ ഇതില്ലെങ്കിൽ എനിക്ക് ചീത്ത കിട്ടും, മിസ്സുമാര് വഴക്ക് പറയോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ഇത് വരും. അപ്പൊ നമുക്ക് ആ ഒരു കുഞ്ഞ് സമയത്ത് നമുക്ക് ഇങ്ങനെ ഇത് വാങ്ങിക്കണം 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 എന്നുള്ള ഒരു ചിന്ത വരും. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ, എനിക്ക് ഒരു സാധനം വാങ്ങിക്കാ ആ സമയത്ത് എനിക്ക് വാങ്ങിച്ചില്ലേ പെട്ടുപോകുന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് എന്തോ ഡിലേ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി അതിനൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പം ഇന്ന് ഓരോരോ കാര്യം ഞാൻ അങ്ങനത്തെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം ഞാൻ പറയുന്നത് ബോൺ സെറ്റ് ആണ് കേട്ടോ. ബോൺ സെറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ മുഴുവനായിട്ടുള്ള അസ്ഥിക്കൂടം, അതായത് തലയിൽ സ്കള്ള് തൊട്ട് ഉള്ള എല്ലാ ബോൺസും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് എന്താന്ന് പറഞ്ഞാൽ, ഇതിന് എറൗണ്ട് ഒരു, ഞാൻ പഠിക്കുമ്പോൾ തന്നെ 12,000 രൂപ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ചും കൂടി 14,000 രൂപേന്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾക്ക് വാങ്ങിക്കപ്പോഴും സീനിയേഴ്സിന്റെ കയ്യിൽ നിന്നായിരിക്കും മിക്കതും വാങ്ങിക്കുക. റിഡക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ 1,000 2,000 കുറച്ച് തരാന്നൊക്കെ പറയും സീനിയേഴ്സ്. അപ്പൊ അവരെ കയ്യിൽ നിന്നായിരിക്കും നമ്മൾ മിക്കതും ഇത് വാങ്ങിക്കുക. ഇത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് 10ല് 1% ഇമ്പോർട്ടന്റ് ആന്ന് പോലും പറയില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മള് ബോൺ സെറ്റിന്റെ ആവശ്യം, ഇപ്പം നമുക്ക് 3 സബ്ജക്ട് ഉണ്ട്. അതിൽ അനാട്ടമി എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ട് ഫസ്റ്റ് ഇയറിൽ. അനാട്ടമിയിൽ എവിടെയാണ് ബോൺ സെറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമ്മുടെ പരീക്ഷയില് തിയറി അല്ല, പ്രാക്ടിക്കൽ എക്സാമിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ടാവും. അതായത് നമുക്ക്
ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഫീച്ചേഴ്സ്, ഓരോരോ ഓർഗൻസ് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഫീച്ചർ എഴുതുക, അങ്ങനെ അങ്ങനെ ഓരോരോ നമ്മൾ ഹിസ്റ്റോളജി സ്ലൈഡ് നോക്കുക, അങ്ങനത്തെ കുറെ ഇത് കഴിഞ്ഞ് വന്നാല് ഒരു നാല് സ്റ്റേഷൻസ് ഉണ്ടാവും. 4 സ്റ്റേഷൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓരോരോ സ്റ്റേഷൻ 5 മാർക്ക് ഇൻറ്റു 4 സ്റ്റേഷൻ 20 മാർക്ക്. ഇങ്ങനെ വരുന്നതിൽ ഒരു സ്റ്റേഷനാണ് നമ്മൾ ബോണ്ട് ഒക്കെ എന്ന് പറയുന്നത്. അതില് 5 മാർക്കാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരുപാട് ബോൺസിൽ വെക്കും. അതും എല്ലാ ബോൺസ് ഒന്നും വെക്കില്ല. ലൈക്ക് വളരെ എന്താ പറയാ, നമുക്കൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ബോൺസ് ഉണ്ടാവില്ല, ലൈക്ക് ഹ്യൂമറസ് അല്ലെങ്കിൽ ക്ലാവിക്കൽ, അങ്ങനത്തെ കുറച്ച് എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോൺസ് ആണ് അവർ വെക്കുക. അതൊന്ന് എടുക്കാൻ പറയും. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഇൻവിജിലേറ്റർ ഒന്ന് തരും. എന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാം, അത് ഏത് സൈഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അവര് ചോദിക്കുന്ന എന്തേ 1 or 2 കാര്യത്തിന് ഉത്തരം പറയാം. ഇതാണ് ബോണിന്റെ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ബോൺ സെറ്റ് 14,000 വാങ്ങിയിട്ട് ഒരു ബോൺ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു ബോൺ നമുക്ക് ഇപ്പം ക്ലാസ്സിൽ എന്തായാലും സാർമാർ ബോൺ കാണിച്ചു തരും, സൈഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു തരും, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എടുക്കും. ഒരു ബോൺ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏത് ബോൺ ആണെന്നൊക്കെ ഉള്ളത്. ആ സൈഡൊക്കെ ഐഡന്റിഫൈ ചെയ്യുക, അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇൻസേർട്ട് ചെയ്യുന്ന മസിൽസ് ഒക്കെ പഠിക്കണമെങ്കിൽ എന്തായാലും നമ്മൾ തന്നെ അതിൽ നിന്ന് പഠിക്കണം. അല്ലാതെ ബോൺ സെറ്റോ നമുക്കൊരു കാര്യമില്ല. അപ്പം ബോൺ സെറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 5 മാർക്കാണുള്ളൂ. 5 മാർക്കിൽ നമ്മൾ ആ ബോൺ ഐഡന്റിഫൈ ചെയ്താലും സൈഡ് ഐഡന്റിഫൈ ചെയ്താലും അവർ ചോദിക്കുന്ന ഒരു ഉത്തരം കൂടി പറഞ്ഞാൽ 4 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്ക് അവർ എന്തായാലും തരും. ഇതേപോലെ തന്നെ എക്സ്റേയുടെ സ്റ്റേഷൻ ഉണ്ട്, എംബ്രിയോളജിയുടെ സ്റ്റേഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ സ്റ്റേഷൻ ഉണ്ട്. ഈ എക്സ്റേ ഒന്നും നമുക്ക് എല്ലാ എക്സ്റേയും വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ. അതേപോലെ ഒരു സ്റ്റേഷനാണ് ബോൺ. അപ്പൊ ഈ ഒരു സ്റ്റേഷന് വേണ്ടിയിട്ട് 14,000 ഒക്കെ 12,000 ഒക്കെ മുടക്കി ഒരു ബോൺ സെറ്റിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഏത് ബോണിനെ കുറിച്ച് പഠിക്കണമെങ്കിലും യൂട്യൂബിൽ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് എന്താ പറയാ ബോൺസ് ഉണ്ട്. ആ ബോൺസ് ഒക്കെ പഠിക്കാൻ നല്ലൊരു ചാനൽ ഞാൻ ഫോളോ ചെയ്തൊരു ചാനൽ ഇവിടെ കൊടുക്കാം കേട്ടോ. ഈ ചേച്ചിയുടെ വീഡിയോസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഈവൻ ഫൈനൽ ഇയറിനും ഞാൻ ഓർത്തോപെഡിക്സിന്റെ അത്യാവശ്യം ബോൺസിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഞാൻ ഈ ചേച്ചിയുടെ വീഡിയോസ് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇയറിൽ നോക്കിയിട്ടുണ്ട്, ഫൈനൽ ഇയറിൽ നോക്കിയിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവാറുണ്ട്. അപ്പം അങ്ങനത്തെ ചാനൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാനൽ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം ഒരുപാട് ചാനൽസിൽ ഒരുപാട് ബോൺസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അനാട്ടമി പ്രൊഫസറോട് ചോദിച്ചിട്ട് ഒന്ന് ബോൺ ഒന്നുകൂടി കാണിച്ചു തരുമെന്ന് ചോദിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം എന്താ പറയാ അറ്റ്ലസ് ഒക്കെ പോലത്തെ ബുക്ക് ഉണ്ടാവും, ബുക്കിൽ പഠിക്കാം. വേണ്ട, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കിൽ ബോൺസിന്റെ ഫോട്ടോസ് ഉണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ ബോൺസ് നമ്മളെ കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല. എല്ലാ അനാട്ടമിക് പൊസിഷനിൽ പിടിക്കാൻ പോലും നമുക്ക് എന്താ പറയാ വീഡിയോ കണ്ടല്ലേ നമ്മൾ പഠിക്കുക തന്നെ വേണം. ബോൺ സെറ്റ് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇത്രയും വലിയൊരു പൈസ മുടക്കി ആ ഒരു ബോൺ സെറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 കുട്ടികളെങ്കിലും ചേർന്ന് ഒരു ഗ്രൂപ്പായി വാങ്ങിക്കുക. അടി ഉണ്ടാക്കരുത്. പക്ഷെ ഒരേ ബാച്ചിലുള്ള കുട്ടികൾ എന്താ പറയാ വാങ്ങിക്കുക, ഒരുമിച്ചിരുന്ന് പഠിക്കുക. വേണമെങ്കിൽ മാത്രം. ഞാൻ പോയ പാട്ട് തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു സാധന ബോൺ സെറ്റ് വേണം എന്നുള്ളത്. ആ സമയത്ത് എനിക്ക് എവിടെ നിന്ന് ഒപ്പിക്കും എന്നൊന്നും അറിയില്ല, ആരെടുത്തുണ്ടെന്ന് അറിയില്ല. എനിക്ക് ശരിക്കും സങ്കടം, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ അങ്ങനെ ആലോചിച്ച് ഡിലേ ആയിട്ട് എനിക്ക് മനസ്സിലായി ഇതിനൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ ഇത് മേടിച്ചിട്ടുണ്ട്. ഇന്നും അവരെ കയ്യിൽ ആ ബോൺ സെറ്റ് വിറ്റ് പോവാതെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ആവശ്യമല്ല. അപ്പൊ നമുക്ക് അടുത്തൊരു കാര്യം എന്താ നോക്കാം. അടുത്തത് പറയുന്നത് ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസിനെ കുറിച്ചാട്ടോ. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മാരോ, പ്രെപ്പ് ലാഡർ അല്ലെങ്കിൽ ഡോക് ട്യൂട്ടോറിയൽസ് പോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇവരൊക്കെ MBBSന്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോരോ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസിനും 20,000 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 10, 20, 35,000 രൂപയൊക്കെ വരും ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും നമുക്ക് എന്തായാലും 15,000 രൂപയൊക്കെ എന്തായാലും വരും. അപ്പൊ ഇത് 2 കുട്ടികളൊക്കെ ചേർന്ന് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എന്റെ ക്ലാസ്സിൽ. അപ്പം ഈ ഒരു പ്ലാൻസ് എന്ന് പറയുന്നത് എല്ലാ പ്ലാറ്റ്ഫോമും എല്ലാം തന്നെ നല്ലതാണ്. അവരൊക്കെ നമുക്ക് വളരെ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾ കാണുമെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇല്ലെങ്കിൽ അത് പൈസ ഇല്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അത് എടുക്കരുത്. ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെ ഇന്ന് വരെ ഒരു പ്ലാനും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്റെ കൂടെയുള്ള 1 or 2 പേര് എടുത്തിട്ടുണ്ട്, പക്ഷെ വേറെ ആരും എടുത്തിട്ടില്ല. ഫൈനൽ ഇയർ എത്തിയപ്പോൾ എന്റെ ക്ലാസ്സിൽ കുറച്ചും കൂടി കുട്ടികൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഫൈനൽ ഇയറിലൊന്നും നമുക്ക് ഈ ക്ലാസ്സും കാണുക, മറ്റേ പരീക്ഷയ്ക്ക് പഠിക്കുക എല്ലാം കൂടി നമുക്ക് അറ്റ് എ ടൈം നടക്കില്ല. കുറെ പേര് പ്ലാനൊക്കെ എടുത്തിട്ടും 1 or 2 വീഡിയോ മാത്രമേ അവർക്ക് കാണാൻ സമയം പോലും കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഇയറിൽ എന്നാലും നമുക്ക് സമയം കിട്ടും.
അപ്പൊ ഫസ്റ്റ് ഇയറിൽ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ 2 പേര് ഷെയർ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ അത് എടുക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം അവർ എടുക്കുന്ന ക്ലാസ് എന്തായാലും നല്ലതായിരിക്കും. കാരണം അവർ ബേസ് ആണ്, ബേസ് തൊട്ട് പറഞ്ഞിട്ട് പോകും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പം പൈസ ഇല്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതേ ക്ലാസ് ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. നമുക്ക് ഇപ്പൊ നമുക്കൊരു ടോപ്പിക്ക് നമുക്ക് അറിയില്ല, നമുക്കിപ്പം നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും ഒരു ടോപ്പിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ക്യൂബിറ്റൽ ഫോഴ്സ എന്ന് പറഞ്ഞൊരു ടോപ്പിക് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് എന്താ പറയാ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വരും, ഒരുപാട് ആനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും വരും. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസും ഇരുന്ന് കാണുകയും ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവുകയും ചെയ്യും. ഒരു വീഡിയോ എടുക്കുക, നിങ്ങൾക്കത് മനസ്സിലായില്ല, ഓക്കെ അടുത്ത വീഡിയോ എടുക്കുക. അങ്ങനെ ഒരുപാട് ഫ്രീ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം തന്നെ ചിലപ്പം ഒരുപാട് ചാനൽസ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ അനാട്ടമിയിൽ ഇഷ്ടപ്പെടുന്നൊക്കെ ചാനലുണ്ട്, അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കൊരു ടോപ്പിക്ക് മനസ്സിലായില്ലേ, ഞാനത് യൂട്യൂബിൽ അടിച്ചു. ഇപ്പോഴും ഫൈനൽ ഇയർ ഒക്കെ എത്തിയിട്ട് എന്റെ കൂടെ ഒരുപാട് പേര് യൂട്യൂബ് ചാനലിൽ പല വീഡിയോസ് ആണ് റെഫർ ചെയ്ത് പഠിക്കുന്നത്. നല്ല വീഡിയോസ് ആയിരിക്കും കേട്ടോ, അടിപൊളിയിൽ ക്ലാസ് എടുക്കുകയും ചെയ്യും. അപ്പം ഒരു വലിയൊരു പൈസ കൊടുത്ത് നമുക്ക് ആ വീഡിയോ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓപ്പോസിറ്റ് സൈഡിൽ ഫ്രീ ആയിട്ട് അതിൽ നല്ല ഒരു മികച്ച പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നേ? എനിക്ക് അതിന്റെ ആവശ്യം തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കായിരുന്നത്. ഒരുപാട് നല്ല വീഡിയോസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അനാട്ടമി മാത്രമല്ല, ഫിസിയോളജി ആയാലും ബയോകെമിസ്ട്രീന്റെ ഒക്കെ കിടിലം ക്ലാസ് ഒക്കെ ഉണ്ട്. കിടിലം ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ എനിക്ക് ചാനലിന്റെ ഓർമ്മയുടെ ലിങ്ക് എന്തെങ്കിലും പേരോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയും കൊടുക്കാം. അടിപൊളി ക്ലാസ് ഉണ്ട്. അത്രയും എന്താ പറയുക, നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാം. അതായത് എന്താ നമുക്ക് എന്തായാലും ഫോൺ നമ്മളെ കയ്യിലുണ്ടാവും, ഡാറ്റ നമ്മളെ കയ്യിലുണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യാം. മറ്റേ നമ്മൾ 1 hour ഒക്കെ ഇരുന്ന് ഒരു വീഡിയോ കാണുമോ? എനിക്കറിയില്ല, ഞാൻ കാണാറില്ല 1 hour ഒക്കെ ഇരുന്നിട്ട്. അപ്പം ഇതാവുമ്പം ചിലത് 5 minutes ഒക്കെ ഉണ്ടാവുള്ളൂ. വീഡിയോസ് ഒക്കെ വളരെ നന്നായിട്ട് നമുക്ക് ആനിമേറ്റഡ് ഒക്കെ ആയിട്ട് നന്നായിട്ട് കാണാം. അപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി പ്ലാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇല്ലെങ്കിൽ എന്താ പറയാ, കഷ്ടപ്പെട്ട് എടുക്കുകയൊന്നും വേണ്ട. ഒരുപാട് സാധനം ഫ്രീ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ കിട്ടും കേട്ടോ. ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും എന്താ പറയുക സങ്കടമാണ്, ലാപ്പില്ല, ടാബില്ല, ഐപാഡ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പം ലാപ്പ്, ടാബ്, ഐപാഡ്. എന്റെ കയ്യിൽ ലാപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഈവൻ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോലും അത് എന്റെ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടില്ല. കാരണം എന്താ പറഞ്ഞാല് ഒന്ന് നമുക്ക് എന്താ പറയാ ലാപ്പ്, ടാബ്, ഐപാഡിന്റെ ഒക്കെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് സ്ലൈഡ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി വലിയ സ്ക്രീനിൽ വായിക്കാനുമാണ്. അപ്പോൾ സ്ലൈഡ് ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഫോൺ തന്നെയാണ്. ഫോണിൽ എങ്ങനെ സ്ലൈഡ് ഉണ്ടാക്കണ്ടേന്ന് ഞാൻ വേണേൽ പറഞ്ഞുതരാം. കാരണം ഞാൻ എല്ലാ സ്ലൈഡും ഉണ്ടാക്കിയിട്ടുള്ളത് ഗൂഗിൾ സ്ലൈഡ് എന്നുള്ള ഒരു ആപ്പിൽ നിന്നാണ്. അത് പ്ലേ സ്റ്റോറിൽ കിട്ടും. അപ്പൊ ഇതിൽ നമ്മൾ എന്താ പറയാ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താ പറയാ സ്ലൈഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് പ്രസന്റേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് എന്താ പറയുക PDF നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് നല്ല കിടിലൻ സ്ലൈഡൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിനു വേണ്ടി നമുക്ക് എന്താ പറയുക ഒരു ലാപ്പിന്റെ ആവശ്യമോ അല്ലെങ്കിൽ ടാബിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ടാബ് ലാപ്പ് ഉണ്ടാകുന്ന സമയത്ത് പിന്നെ കണ്ണിനൊക്കെ എന്താ പറയുക ഭയങ്കര സ്ട്രെയിൻ ആവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഫോൺ തന്നെ ഉണ്ടാക്കുന്നതാണ്. കാരണം അതാവുമ്പോൾ കുറച്ച് സമയം കിട്ടുന്ന നേരം ക്ലാസ്സിന്റെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാം. അതായത് ഹെക്ടിക് ആവില്ല. നമ്മൾ എനിക്കൊരു സ്ലൈഡ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കുറച്ച് നേരം ലഞ്ച് ബ്രേക്കിനൊക്കെ കുറച്ച് സ്ലൈഡ് 2-3 പേജ് ഉണ്ടാക്കി വെക്കും. ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ 2-3 പേജ് ഉണ്ട്. കാരണം എപ്പോഴും ഫോൺ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. ലാപ്പൊക്കെ എപ്പോഴും തുറന്ന് അടച്ച് അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചോ. ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഫോണിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഒരുപാട് എല്ലാവരും ലാപ്പൊന്നും ഇല്ല ആർക്കും. എനിക്ക് ഒരു കുട്ടിക്ക് എന്താ ഉണ്ടെന്ന് തോന്നുന്നു ടാബൊക്കെ. 2-3 പേർക്ക് ലാപ്പ് ഉണ്ട്, ബാക്കി ആരുടെ ഇല്ല. എല്ലാവരും ഫോണിൽ തന്നെ. കാരണം പിന്നെ നമ്മൾ ഫോണിലേക്ക് മാറും എന്തായാലും ഇതാക്കാനൊക്കെ. പിന്നെ നിങ്ങളുടെ എല്ലാ PDF ഒക്കെ നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ മിക്കതും വരും വാട്സപ്പിലും ടെലഗ്രാമിലും ഒക്കെ ആയിരിക്കും. അപ്പൊ ഫോണിലാണ് എല്ലാവരുടെങ്കിൽ എല്ലാം PDF ഒക്കെ ഫോണിലല്ലേ ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് ഒരു ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ വേറെ കുറെ ടെക്സ്റ്റ് റെഫർ ചെയ്തൊക്കെ പഠിക്കുകയാണ്, അതാണ് അങ്ങനെ ആ ടെക്സ്റ്റ് വാങ്ങിക്കുന്നൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ടാബാണ് നല്ലതെങ്കിൽ നിങ്ങൾക്ക് ടാബ് എടുക്കാം. പക്ഷെ ഞാനും അതും എന്റെ ഫോണിൽ തന്നെ PDF ഡൗൺലോഡ് ചെയ്തിട്ട്
PDF വായിച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാം ഞാൻ ഫോണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ടാബോ ലാപ്പോ ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ആപ്പ് ഉണ്ട്. ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗൂഗിൾ സ്ലൈഡ് എന്നുള്ള ആപ്പ് എന്നുണ്ടോ. അടുത്ത് ഞാൻ പറയുന്നത് സ്റ്റെതസ്കോപ്പിനെ കുറിച്ചാണ് കേട്ടോ. സ്റ്റെതസ്കോപ്പ് വേണമെന്ന് വെച്ചാൽ അതെന്തായാലും നമുക്ക് വേണമല്ലോ, കാരണം നമ്മൾ ഡോക്ടർ പ്രൊഫഷനിലോട്ട് പോവുകയാണ്. സ്റ്റെതസ്കോപ്പ് ആവശ്യം ഫസ്റ്റ് ഇയറിൽ കയറുമ്പോൾ തന്നെ വേണമെന്ന് വെച്ചാൽ വേണ്ട. കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ കുറച്ച് തിയറി ക്ലാസ് ആയിരിക്കും. പിന്നെ നമുക്ക് ഈ പ്രാക്ടിക്കൽ ഫിസിയോളജീന്റെ സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് സ്റ്റെതസ്കോപ്പിന്റെ ആവശ്യം വരുന്നത്. കാരണം നമ്മൾ BP മെഷർമെന്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ഓസ്കൽട്ടേറ്റ് ചെയ്യുന്നൊക്കെ അവര് പഠിപ്പിക്കും. റെസ്പിന്റെ ഓസ്കൽട്ടേഷൻ ആയാലും കാർഡിയോന്റെ ഓസ്കൽട്ടേഷൻ ഒക്കെ ആയാലും നമുക്ക് കറക്റ്റ് അത് അവരെ പഠിപ്പിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് സ്റ്റെത്തിന്റെ നമുക്ക് എന്തായിരിക്കും നല്ലതായിരിക്കും. അപ്പം സ്റ്റെത്ത് വേണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഇയറിൽ വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഫിസിയോളജിയുടെ ഒക്കെ പ്രാക്ടിക്കൽ വരുന്നത് ഗ്രൂപ്പ് ആയിട്ടായിരിക്കും. ഒരു ദിവസം A ബാച്ചിനാണെങ്കിൽ രണ്ടാമത്തെ ദിവസം B ബാച്ചിനായിരിക്കും, മൂന്നാമത്തെ ദിവസം C ബാച്ചിനായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് സ്റ്റെത്ത് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. ഒരു ദിവസത്തേക്കുള്ള ഒരു പീരീഡിലേക്ക് ചോദിക്കുന്നല്ലേ, അങ്ങനെ വേണേൽ ചോദിക്കാം. പിന്നെ സ്റ്റെത്ത് വാങ്ങിക്കാൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ബിലോ 1000 ആണ് വരുന്നത്. മൈക്രോട്ടോണിന്റെ സ്റ്റെത്താണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പലർക്കും അത് ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടാവും. കാരണം എനിക്ക് തോന്നുന്നു റേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റെത്തൊക്കെ. അപ്പം അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ കുറച്ച് അഫോർഡബിൾ ആയി ഇപ്പം തന്നെ ലിറ്റ്മാന്റെ സ്റ്റെത്ത് വാങ്ങിക്കണം എന്ന് പറയില്ല. കാരണം സ്റ്റെത്തുകളൊക്കെ കുറച്ച് കളവ് പോവും. പ്രാക്ടിക്കൽ നമ്മൾ പലപ്പോഴും പലത് അവിടെ ആ ഒരു ടെൻഷൻ നമ്മൾ അത് അവിടെ എവിടെയൊക്കെ ഇട്ടിട്ടാ പോവാ. അപ്പൊ പല സ്റ്റെത്തും കളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പോഴേ നമ്മൾ വിലയുടെ സ്റ്റെത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും കെയർഫുൾ ആയിരിക്കണം. കാരണം വെച്ചാല് കളഞ്ഞു പോവോ, ആരെങ്കിലും എടുത്തോണ്ട് വെച്ചാൽ കുട്ടികൾ എടുത്തോണ്ട് പോകുന്നതല്ല പറയുന്നത്, ആരെങ്കിലും ഒക്കെ എവിടെന്നെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോകും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. കാരണം ഇടയ്ക്ക് നമ്മളിപ്പം പ്രത്യേകിച്ച് എന്താ പറയാ ഫൈനൽ ഇയറിന്റെ എക്സാമിനൊക്കെ എല്ലാ സാധനവും മിസ്സാവും. എനിക്ക് എല്ലാ സാധനവും മിസ്സാവും. ഇപ്പോഴും സ്റ്റെത്ത് പലരെയും കാണുന്നില്ല. അങ്ങനെ ഒരുപാട് കാണാത്ത ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പം ചെറിയ പൈസയുടെ സ്റ്റെത്ത് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചെങ്കിൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് മൈക്രോട്ടോണിന്റെ സ്റ്റെത്താണ്. അത് ആക്ച്വലി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പക്ഷെ അത് നല്ല സ്റ്റെത്താട്ടോ. എനിക്ക് ഒരു പ്രശ്നവും വന്നില്ല. നല്ല രീതിയിൽ നമുക്ക് എല്ലാം കേൾക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പം അത് ഞാൻ ഇവിടെ ഫോട്ടോ ഇട്ടാൻ കൊടുക്കാം ആ സ്റ്റെത്തിന്റെ. അപ്പം നല്ല സ്റ്റെത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്താലും മതി. എന്തായാലും സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് എന്തായാലും ഓരോ സ്റ്റെപ്പ് വേണം. കാരണം നമ്മൾ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും സ്റ്റെപ്പ് വേണമല്ലോ. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് എടിപിടി ഈ അഡ്മിഷന്റെ സമയത്ത് എല്ലാ ചെലവും കൂടി ആയി സ്റ്റെപ്പിന്റെ ചെലവ് പറ്റുന്നില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 3-4 മാസം കഴിഞ്ഞോട്ട് വാങ്ങിച്ചാലും മതി. അപ്പൊ സ്റ്റെതസ്കോപ്പ് പോലെ തന്നെ മറ്റൊരു കാര്യമാണ് CNS കിറ്റ് എന്ന് പറയുന്നത്. CNS അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റം എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് CNS കിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഇത് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമ്മൾ ഈ ക്ലിനിക്കൽ പോസ്റ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് വാർഡിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് സ്ട്രോക്ക് പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ സ്ട്രോക്ക് പേഷ്യൻസും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് CNS കിറ്റ് ആവശ്യമുണ്ട്. എന്തായാലും ഫൈനൽ ഇയർ എത്തുമ്പോൾ എന്തായാലും ആവശ്യം വരും. കാരണം വെച്ചാല് നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് തന്നെ പലർക്കും എല്ലാ ബാച്ചിലുള്ള ആളുകൾക്കും അത് ആവശ്യം വരും. അപ്പൊ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ആക്ച്വലി എന്റെ ജൂനിയേഴ്സ് ആട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പൊ സെക്കൻഡ് ഇയറിലൊക്കെ എന്റെ റൂംമേറ്റ്സ് ഒക്കെ വേറെ ബാച്ചാണ്. ഞങ്ങൾ എല്ലാവരും വേറെ ബാച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നും ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു CNS കിറ്റ് മുഴുവനായിട്ട് വാങ്ങിക്കണം എന്ന് അറിയില്ല. കാരണം ഇത് അത്യാവശ്യം എന്താ പറയാ 1000 മുകളിൽ പൈസ വരും, 1200 അങ്ങനെയൊക്കെ വരും. അപ്പം അത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കിറ്റ് മുഴുവനായിട്ട് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ അത്യാവശ്യമായിട്ട് 4 സാധനങ്ങൾ വാങ്ങിക്കുക: ടോർച്ച്, ട്യൂണിംഗ് ഫോർക്ക്, ടേപ്പ്, നീ ഹാമർ. നീ ഹാമർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പൊ ടോർച്ച് എല്ലാം എനിക്കൊന്ന് ട്യൂണിംഗ് ഫോർക്കും ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും ട്യൂണിംഗ് ഫോർക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 3 എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ സിംഗിൾ പീസ് ആയിട്ട് വാങ്ങിച്ചാൽ മതി. നിങ്ങൾ അത് ഓൺലൈനിൽ മേടിച്ചാൽ മതി കേട്ടോ. ഓൺലൈനിലൊക്കെ അത്യാവശ്യം നല്ല പൈസ കുറവാണ്. അപ്പൊ ഇത് 3 വരുമ്പോഴത്തേക്കൊക്കെ ഇപ്പൊ ഞാൻ ഏതൊക്കെയോ രണ്ട് സാധനങ്ങളൊക്കെ ഒരുമിച്ച് ട്യൂണിംഗ് ഫോർക്ക്, നീ ഹാമർ ഒക്കെ ഒരുമിച്ച് 200-നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ വാങ്ങിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 500-നൊക്കെ ഉള്ളിൽ നിങ്ങൾക്ക് ടേപ്പിനൊക്കെ അത്രേ പൈസയേ ഉള്ളൂ. അപ്പൊ എല്ലാം കൂടി നിങ്ങൾക്ക് പറ്റും. അപ്പൊ നിങ്ങൾ എന്താ പറയുക 1000+ പൈസ കൊടുത്തിട്ട് ഒരു കിറ്റ് മുഴുവൻ വാങ്ങിക്കേണ്ട. ആ കിറ്റിന്റെ അകത്ത് മിക്കതും ഉണ്ടാവുക കോഫി പൗഡറും അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. കോഫി പൗഡറൊക്കെ നിങ്ങളെ കയ്യിൽ നിന്നുള്ള എടുത്താൽ മതി. അപ്പം ഇത് 4 ഇമ്പോർട്ടന്റ് ആണ്. ഇത് 4 വാങ്ങിക്കുക. പറ്റുമെങ്കിൽ മാത്രം CNS കിറ്റ് മൊത്തത്തിൽ വാങ്ങിക്കുക. എന്തായാലും ഫൈനൽ എത്തുമ്പോഴത്തേക്കും
എവിടെന്നെങ്കിലും ഒക്കെ നിങ്ങൾ ഒപ്പിക്കേണ്ടി വരും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. എന്നാലും ഇത് 4 വെച്ച് നമുക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എന്താ പറയാ മുഴുവനായിട്ട് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് 4 വാങ്ങിച്ചാൽ മതി. അതും നിങ്ങൾ ഫസ്റ്റ് ഇയർ തുടക്കത്തിൽ വാങ്ങിക്കണം എന്നൊന്നും പറയില്ല. ഫസ്റ്റ് ഇയറിൽ ഫിസിയോളജിക്ക് CNS എക്സാമിനേഷൻ പഠിപ്പിക്കുന്നുണ്ട് അവര്. അപ്പൊ നീ ഹാമർ ഒക്കെ ആവശ്യം ഉണ്ടാവും. അപ്പം കിറ്റ് മുഴുവനായിട്ട് എനിക്ക് തോന്നുന്നു എന്റെ ക്ലാസ്സിൽ കുറച്ച് കുട്ടികളെ വാങ്ങിച്ചിട്ടുള്ളൂ. അതെന്താ അവർ ബൾക്കായിട്ട് മേടിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ബൾക്കായിട്ട് മേടിക്കാൻ നോക്കുക. എല്ലാ സാധനവും ബൾക്കായിട്ട് മേടിക്കുമ്പോൾ പൈസ കുറച്ച് കുറവായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾ എന്താ പറയുക നല്ല സാധനങ്ങൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അറ്റ് ദി സെയിം ടൈം ചില ആളുകൾ ഒരു സാധനം ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ CNS കിറ്റിലിട്ട് തരും. അപ്പൊ അതൊക്കെ നോക്കി കണ്ട് മാത്രം വാങ്ങിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ പീസ് ആയിട്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ചാലും മതി. അപ്പൊ ഓൺലൈനിൽ നിന്നൊക്കെ 2-3 സാധനങ്ങൾ ഒരുമിച്ച് മേടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പൈസ കുറവ് കിട്ടും കേട്ടോ. 200 രൂപേന്റെ ഒക്കെ അടിയിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഞാനത് ഈ അടുത്തെന്തോ ഫ്ലിപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ ബൾക്കായിട്ട് മേടിക്കുകയാണെങ്കിൽ പോലും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മേടിക്കുക. കാരണം നമുക്ക് ഇത് ഫസ്റ്റ് ഇയറിൽ യൂസ് ചെയ്ത് നമുക്ക് ഫൈനൽ ഇയർ വരെ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പം നല്ല സാധനങ്ങൾ മേടിക്കാം. നമുക്ക് കുറച്ചും കൂടി പൈസ ചെലവാകുന്ന ഏരിയ ആണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഈ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എന്താ പറയാ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ മാത്രം, സ്റ്റെതസ്കോപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ്സും കാര്യങ്ങളൊക്കെ കാണാം. സ്റ്റെപ്പ് നിങ്ങൾ എന്താണ് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് മേടിക്കണം. അപ്പം ഇവിടെയൊക്കെയാണ് അമിതമായ ചെലവുകളൊക്കെ നമുക്ക് വരുന്നത് കേട്ടോ. പിന്നെ അല്ലാതെ ഒരു പ്രൈവറ്റ് കോളേജിൽ ചെലവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഫണ്ട് ഇടേണ്ടി വരും. അല്ലാത്ത നമുക്ക് ഇത് വേറെ സാധനങ്ങളൊന്നും അത്ര ചെലവേറിയ സാധനങ്ങൾ എന്റെ ഓർമ്മയിലില്ല. അപ്പം ഇതിലാണ് മെയിൻലി വരിക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് നഷ്ടം വന്നൊരു കാര്യമാണ് കണ്ണിഹാം വാങ്ങിച്ചിട്ട്. അത് കണ്ണിഹാം എന്ന് പറയുന്നത് ഒരു ബുക്കാണ് കേട്ടോ. ബുക്കിന്റെ പേരാണ്, അതൊരു അനാട്ടമിയുടെ ഡിസെക്ഷന്റെ ലാബ് മാനുവൽ ആണ്. അത് കാണാൻ തന്നെ ഒരു സുഖമില്ല, തുറന്നു നോക്കിയാലൊന്നും ഭയങ്കര ഭംഗിയൊന്നുമില്ല. എനിക്കത് ഒട്ടും എന്താ പറയാ ഞാൻ വായിച്ചിട്ടേ ഇല്ല. അത് നമ്മൾ ആരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ അനാട്ടമി പ്രൊഫസർക്ക് ഭയങ്കര നിർബന്ധം അത് എല്ലാവരും കയ്യിൽ വേണം എന്നുള്ളത്. കയ്യിൽ കണ്ടാൽ മതി. അപ്പം നമ്മളെല്ലാവരും അത് കൈ പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് സാധാരണ നമ്മൾ ഡിസെക്ഷൻ സാർമാരൊക്കെ പഠിപ്പിക്കും. നമ്മൾ അത് ടെക്സ്റ്റിലാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ കണ്ണിഹാം എന്തിനാ അവർക്ക് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അത് പല കോളേജിലും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. പല കോളേജിലും എന്താ പറയാ അത് വേണം, നിർബന്ധമാണ്. അത് വെച്ച് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എന്റെ കോളേജിൽ അത് വെച്ചല്ല പഠിപ്പിച്ചത്. പക്ഷെ എന്നിട്ടും ഞങ്ങളെ കൊണ്ട് കണ്ണിഹാം വാങ്ങിച്ചു. എന്നിട്ടും ഞാൻ സെക്കൻഡ് ഹാൻഡ് ബുക്കാ വാങ്ങിച്ചത്. പക്ഷെ അതും അത്യാവശ്യം പൈസ ആയിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചിട്ട്. പക്ഷെ അതിനും പേടിച്ചിട്ട് പല കുട്ടികളും ഫസ്റ്റ് ബുക്ക് മേടിച്ചിട്ടും ഉണ്ട് കേട്ടോ. അപ്പം അതെനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പോലെ എന്തോ 3 വോളിയം ഇട്ടാണെന്ന് തോന്നുന്നു. തുറന്നു പോലും ഞാൻ നോക്കിയിട്ടില്ല, ഒരു വോളിയം പോലും. ഇപ്പോഴും നമ്മൾ പാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ബുക്ക് കാണുമ്പോൾ എല്ലാവരും ആ ബുക്കിനെ ഇങ്ങനെ ട്രോളും. കാരണം ഒരാവശ്യമില്ലാതെ തുറന്നു നോക്കാത്ത ഒരു ബുക്ക് മേടിച്ചാൽ എത്രയോ നല്ലതായിരുന്നു വേറെ ഏതെങ്കിലും ബുക്ക് മേടിക്കുന്നതൊക്കെ. അപ്പൊ എനിക്കത് ഭയങ്കര റിഗ്രറ്റ് ആയിട്ട് തോന്നി അത് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ കണ്ണിഹാം നിങ്ങൾ ആദ്യം അനാട്ടമിക്ക് ഏതൊക്കെ ബുക്ക് വേണമെന്നൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ണിഹാം ഒക്കെ കാണുവാണെങ്കിൽ ഓടിക്കരുത്, വാങ്ങിക്കരുത്. വേണം നിങ്ങൾക്ക് അതില്ലാതെ ക്ലാസ്സിൽ കേട്ടില്ലാന്നൊക്കെ പറയുന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം കണ്ണിഹാം വാങ്ങിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അത് വാങ്ങിക്കേണ്ട, അത് വേസ്റ്റ് ആണ്. അപ്പൊ അത്രയേ ഉള്ളൂ കണ്ണിഹാമിനെ കുറിച്ച് പറയാനായിട്ട്. എനിക്ക് നഷ്ടം വന്നിട്ടുള്ളത് കണ്ണിഹാമിൽ മാത്രമാണ്. ബാക്കി ഞാൻ ഈ ഒരു സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഇയറിലൊക്കെ പോകുന്ന സമയത്ത് വെപ്രാള പിടിച്ചിങ്ങനെയൊന്നും ചെയ്യേണ്ട, കുറച്ച് ആലോചിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.